ഇന്നലെ ഉച്ച തിരിഞ്ഞപ്പോൾ ഗുരുവായൂർക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ തന്നെ പോകണമെന്നൊരു മോഹം, ഇന്നലെ തന്നെ പോകണമെന്നൊരു വാശി. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളൊരു പോകാനുള്ള തീരുമാനത്തിൽ നിൽക്കുക. പോകാൻ ഊബർ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. കണ്ണപ്പനെ കാണാൻ പോകുന്നുണ്ട്. കണ്ണപ്പൻ പറ്റിക്കുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് കണ്ടു ഞങ്ങളുടെ ഉച്ച നേരമാണ് കേട്ടോ. അപ്പം മഴ പെയ്ത് ഇപ്പം തന്നെ പോയിട്ടേ ഉള്ളൂ. പിന്നാലെ സുന്ദരമായി വെയിലുദിച്ചു. ഇതാണ് ഇന്ന് രാവിലെ തൊട്ടുള്ള കഥ. ഇതാണ് കേട്ടോ, ലഹളടിച്ചുകൊണ്ടിരിക്കുകയാണ്, വണ്ടി വരുന്നില്ല എന്നും പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ പോകുന്നു. അമ്മ നടന്നുവേ. അമ്മ പിന്നെ ഗുരുവായൂരിന്ന് കേട്ട പിന്നെ ഒരു നിവർത്തി. വണ്ടിയിൽ കയറി പെട്ടെന്ന് എത്തി കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ഗുരുവായൂരെത്തി ഞങ്ങൾ. ഇവിടെയാണ് ഞാൻ ഒരു പ്രാവശ്യം കണ്ണപ്പനെ കണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന സ്ഥലം കേട്ടോ, ഇവിടെയാണ്. പക്ഷെ പിന്നീട് ഒരിക്കലും ഞാൻ അവിടെ കണ്ടിട്ടില്ല കുട്ടീനെ. ഗുരുവായൂരെത്തുന്നത് തിരക്ക് കുറവാണെന്ന് വിചാരിച്ചത്, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിചാരിക്കുന്ന പോലെയുള്ള സംഭവമാണ്. ഇതിൻ്റെ ഈ ലൈനിൻ്റെ ബാക്കി ഭാഗം അവിടെ ആളിൻ്റെ അവിടെയാണ്, പുതിയ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ. പിന്നെ കണ്ണപ്പനെ ആലോചിച്ചപ്പോൾ ഒന്നും തോന്നിയില്ല, ഒരു ടയേർഡും ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അമ്മയുടെ സ്വഭാവമൊക്കെ മാറ്റം ഞാൻ മോടി തുടങ്ങി. 7 o'clock കഴിഞ്ഞു. ഞങ്ങൾ അതേ തൊഴുത് പുറത്ത് കിടന്നു. ലൈനിൽ നിന്ന് അമ്മയെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ണപ്പനെ കണ്ടു. തിരക്കുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സങ്കടവും സന്തോഷമാണ് എൻ്റെ മുഖത്ത്. പക്ഷെ ആൾക്കാർ പ്രളയമാണ് പ്രവഹിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ മണ്ഡപം. എന്താ തിരക്ക്! സന്ധ്യ നേരത്തെ ദീപാരാധന സമയത്ത് എന്ത് ഭംഗിയാണ് കാണാമെന്നറിയാം. പോരാൻ തോന്നില്ല, ശരിക്കും പറയാച്ച അവിടുന്ന് പോരാൻ തോന്നില്ല. അത്ര ഭംഗിയുണ്ട് ആ സമയത്ത് അവിടെ കാണാനായിട്ട്. ഇത്ര രാത്രിയായിട്ടും തിരക്ക് കുറഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഓരോ സൈഡാണ്. ഇതിൻ്റെ ബാക്കി മറ്റേ ഓഡിറ്റോറിയം കഴിഞ്ഞ് മരപ്രഭുവിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു കണ്ണപ്പനെ കാണാനായിട്ട്. ഫോട്ടോ സെഷനും എന്താ പറയുക, ആൾക്കാരുടെ പ്രാർത്ഥനയും എല്ലാം കൊണ്ടും ശബ്ദമുഖരിതാണ് അവിടെ. അപ്പോൾ ഞങ്ങളവിടെ താഴത്ത് മണ്ഡപത്തിൻ്റെ അവിടെ ഇരുന്നു ഞങ്ങൾ തൊഴുത് കഴിഞ്ഞു. ഞങ്ങൾ പോകുന്നു. പോരാൻ നിൽക്കുമ്പോഴാണ് അമ്മയോട് എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ തള്ളു കെട്ട് സഹിച്ചിരുന്നു. പിന്നെ അവിടെ നിന്നൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ തിരിച്ച് മടങ്ങി. ഒരുപാട് സന്തോഷത്തോടു കൂടി കണ്ണപ്പനെ കണ്ട സന്തോഷത്തോടു കൂടിയിട്ട്